ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7-ലെ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഗെറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ഇൻ ദ ഫോളോയിങ് കേസസ് യൂസിങ് വേരിയബിൾസ്, കോൺസ്റ്റന്റ്സ് ആൻഡ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഇൻട്രഡക്ഷനിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്നൊക്കെ. അത് കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കാണണേ. സബ്ട്രാക്ഷൻ ഓഫ് z ഫ്രം y. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? സബ്ട്രാക്ഷൻ ഓഫ് z ഫ്രം y. yയിൽ നിന്നും z സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? y മൈനസ് z. ഇനി അടുത്തത് നോക്കാം. 1/2 ഓഫ് ദ സം ഓഫ് നമ്പേഴ്സ് x ആൻഡ് y. 1/2 ഓഫ് എന്ന് പറയുമ്പോൾ എന്താ? 1/2 ഓഫ് സം ഓഫ് നമ്പേഴ്സ് x ആൻഡ് y. എക്സിന്റെയും വൈയുടെയും സം. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? x പ്ലസ് y. ഇതാണല്ലോ. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, x പ്ലസ് y ബൈ 2. മനസ്സിലായല്ലോ? ഇങ്ങനെ എഴുതിയാലും മതി, അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമ്പർ z മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ്. അപ്പോ നമ്പർ z ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. z ഇൻറ്റു z എന്ന് പറയുമ്പോൾ എന്താ? z സ്ക്വയർ. അടുത്തത് നോക്കാം. 1/4 ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് p ആൻഡ് q. 1/4 എന്ന് പറഞ്ഞാൽ എന്താ? 1/4 ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് p ആൻഡ് q. p ന്റെയും q ന്റെയും പ്രോഡക്റ്റ്. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? 1/4 ഇൻറ്റു pq, ദാറ്റ് ഈസ് pq ബൈ 4. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. നമ്പേഴ്സ് x ആൻഡ് y ബോത്ത് സ്ക്വയർഡ് ആൻഡ് ആഡഡ്. അപ്പൊ എന്താ വേണ്ടത്? x ഉണ്ട് y ഉണ്ട്, രണ്ടും സ്ക്വയർ ചെയ്യണം, എന്നിട്ട് ആഡ് ചെയ്യണം. ഇതാണ് കേട്ടോ, x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. അടുത്തത് നമ്പർ 5 ആഡഡ് ടു 3 ടൈംസ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് m and n. ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പ്രോഡക്റ്റ് ഓഫ് നമ്പർ m and n എന്താണെന്ന് എഴുതാം. m ഇൻറ്റു n എന്താ? mn ആണ് അല്ലെ. ഇനി 3 ടൈംസ് 3 ഇൻറ്റു mn, 3mn. അതിന്റെ കൂടെ നമുക്ക് നമ്പർ 5 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ 3mn പ്ലസ് 5. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തത് നോക്കൂ. പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് y ആൻഡ് z. yന്റെയും z-ന്റെയും പ്രോഡക്റ്റ് yz. സബ്ട്രാക്റ്റഡ് ഫ്രം 10. 10ൽ നിന്നാണ് അത് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 10 മൈനസ് yz എന്ന് എഴുതാം. സം ഓഫ് നമ്പേഴ്സ് a ആൻഡ് b സബ്ട്രാക്റ്റഡ് ഫ്രം ദെയർ പ്രോഡക്റ്റ്. എയുടെയും ബിയുടെയും സം. അപ്പോ a പ്ലസ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദെയർ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് എന്താ? എ ബിയിൽ നിന്നും a പ്ലസ് ബി സബ്ട്രാക്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഐഡന്റിഫൈ ദ ടേംസ് ആൻഡ് ദെയർ ഫാക്ടേഴ്സ് ഇൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. ഷോ ദ ടേംസ് ആൻഡ് ഫാക്ടേഴ്സ് ബൈ ട്രീ ഡയഗ്രാംസ്. ഇവിടെ നമുക്ക് കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. ഇതിലെ ഓരോ എക്സ്പ്രഷന്റെയും ടേംസും ഫാക്ടേഴ്സും ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതെല്ലാം ഒന്ന് ട്രീ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷൻ x മൈനസ് 3 ആണ്. ഇതിലെ ടേംസ് എക്സും -3. ഇനി ട്രീ ഡയഗ്രത്തിൽ നമുക്കതൊന്ന് കാണിക്കാം. ഇവിടെ എക്സ്പ്രഷൻ എന്താണെന്നാ പറഞ്ഞത്? x മൈനസ് 3. ഇനി ഇതിന്റെ ടേംസ് നമുക്ക് കാണിക്കാനായിട്ട് കണ്ടിന്യൂസ് ലൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ടേം x ആണ്, അടുത്ത ടേം -3 ആണ്. അടുത്ത എക്സ്പ്രഷൻ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. ഇതിലെ ടേംസ് 1x ആൻഡ് എക്സ് സ്ക്വയർ. ഇതിൽ 1ന്റെ ഫാക്ടർ 1 തന്നെയാണ്, എക്സിന്റെ ഫാക്ടർ എക്സ് തന്നെയാണ്, എക്സ് സ്ക്വയറിന്റെ ഫാക്ടേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ട്രീ ഡയഗ്രത്തിൽ കാണിക്കാം. ഇവിടെ എക്സ്പ്രഷൻ എഴുതാം. 1 പ്ലസ് എക്സ് സ്ക്വയർ. ടേംസ് നമുക്ക് കണ്ടിന്യൂസ് ലൈൻ യൂസ് ചെയ്തിട്ട് കാണിക്കാം. 1x എക്സ് സ്ക്വയർ. 1ന്റെ ഫാക്ടർ 1 തന്നെയാണ്, എക്സിന്റെ ഫാക്ടർ എക്സ് തന്നെയാണ്. എക്സ് സ്ക്വയറിന്റെ ഫാക്ടേഴ്സ് ഡോട്ടഡ് ലൈൻ കൊടുക്കാം, എക്സും എക്സും എഴുതാം. ഈസി അല്ലേ? ഇനി അടുത്ത എക്സ്പ്രഷൻ നോക്കാം. y മൈനസ് y ക്യൂബ്. ടേംസ് ഏതൊക്കെയാണ്? y ആൻഡ് -y³. അപ്പോൾ ഇതിൽ yയുടെ ഫാക്ടർ y തന്നെയാണ്, -y³ ഫാക്ടേഴ്സ് -y ഇൻറ്റു -y ഇൻറ്റു -y. ഇനി നമുക്ക് ട്രീ ഡയഗ്രാം വരച്ചു കൊടുക്കാം. എക്സ്പ്രഷൻ y മൈനസ് y³ ആണ്. ടേംസ് കണ്ടിന്യൂസ് ലൈൻ യൂസ് ചെയ്തിട്ട് എഴുതാം. y മൈനസ് y³. ഈ വൈയുടെ ഫാക്ടർ y തന്നെ ആയതുകൊണ്ട് അവിടെ ബ്രാഞ്ചസ് ഒന്നും കൊടുക്കണ്ട. ഇവിടെ നമുക്ക് ഡോട്ടഡ് ലൈൻസ് കൊടുക്കാം. -y ആൻഡ് -y. ഇനി അടുത്ത എക്സ്പ്രഷൻ നോക്കാം. 5xy സ്ക്വയർ പ്ലസ് 7x സ്ക്വയർ
വൈ. ഇതിലെ ടേംസ് 5xy² 7x² വൈയുമാണ്. 5xy² ഫാക്ടേഴ്സ് 5xy ആൻഡ് വൈ. 7x² വൈയുടെ ഫാക്ടേഴ്സ് 7xxy. x² എന്ന് പറയുമ്പോൾ x ഇൻറ്റു എക്സ് ആണല്ലോ, അതുകൊണ്ടാണ് എക്സ് എന്ന് എഴുതുന്നത് കേട്ടോ. y² എന്ന് പറഞ്ഞാൽ y ഇൻറ്റു വൈ ആണ്. അപ്പോൾ 2 ഫാക്ടേഴ്സ് ഉണ്ട്, y y. ഇനി ഇവിടെ ട്രീ ഡയഗ്രാം വരയ്ക്കാം. എക്സ്പ്രഷൻ എന്താണ്? 5xy² പ്ലസ് 7x²y. കണ്ടിന്യൂസ് ലൈൻ യൂസ് ചെയ്തിട്ട് ടേംസ് എഴുതാം. 5xy² 7x²y. ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാം. 5xy. ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാം 7xy. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. ഇവിടെ എക്സ്പ്രഷൻ -AB പ്ലസ് 2b² മൈനസ് 3a². ടേംസ് -AB 2b² -3a². ഇനി -ABയുടെ ഫാക്ടേഴ്സ് -A ആൻഡ് b. 2b² ഫാക്ടേഴ്സ് 2b. -3a² ഫാക്ടേഴ്സ് -3a. ഇനി ട്രീ ഡയഗ്രാം വരയ്ക്കാം നമുക്ക്. എക്സ്പ്രഷൻ എന്താ? -AB പ്ലസ് 2b² മൈനസ് 3a². ടേംസ് -AB 2b² -3a². ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് -Aയും ബിയും. ഇവിടെ 2b, ഇവിടെ -3a. എങ്ങനെയാണ് ഇവിടെ നമ്മൾ ടേംസും ഫാക്ടേഴ്സൊക്കെ എഴുതിയതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതിൻ്റെ ട്രീ ഡയഗ്രാം വരച്ചതും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇൻട്രഡക്ഷനിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരത് കാണാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഇനി ഇതിൽ തന്നെ നമുക്കൊരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട് അല്ലേ, അതൊന്ന് ചെയ്ത് നോക്കാം. ഐഡൻറ്റിഫൈ ടേംസ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻ ദ എക്സ്പ്രഷൻ ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്പ്രഷൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ടേംസും ഫാക്ടേഴ്സും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് ട്രീ ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. -4x + 5 അതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അതിലെ ടേംസ് -4xഉം 5ഉം ആണ്. -4xൻ്റെ ഫാക്ടേഴ്സ് -4 ആൻഡ് x. 5ൻ്റെ ഫാക്ടർ 5 തന്നെ. മനസ്സിലായല്ലോ? അടുത്ത എക്സ്പ്രഷൻ -4x + 5y. ടേംസ് -4xഉം 5yയും. -4xൻ്റെ ഫാക്ടേഴ്സ് -4ഉം xഉം. 5yയുടെ ഫാക്ടേഴ്സ് 5ഉം yയും. അടുത്ത എക്സ്പ്രഷൻ 5y + 3y². ഇവിടെ ടേംസ് 5y ആൻഡ് 3y². 5yയുടെ ഫാക്ടേഴ്സ് 5 ആൻഡ് y. 3y²ൻ്റെ ഫാക്ടേഴ്സ് 3y ആൻഡ് y. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഇവിടെ എക്സ്പ്രഷൻ xy + 2x²y². ടേംസ് xy ആൻഡ് 2x²y². xyൻ്റെ ഫാക്ടേഴ്സ് x ആൻഡ് y. 2x²y²ൻ്റെ ഫാക്ടേഴ്സ് 2x, x, y ആൻഡ് y. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇനി അടുത്ത എക്സ്പ്രഷൻ PQ + Q. ഇതിലെ ടേംസ് PQ ആൻഡ് Q. PQൻ്റെ ഫാക്ടേഴ്സ് P ആൻഡ് Q. Qൻ്റെ ഫാക്ടർ Q തന്നെ. ഇനി അടുത്ത എക്സ്പ്രഷൻ 1.2AB - 2.4B + 3.6A. ഇവിടെ ടേംസ് 1.2AB -2.4B 3.6A. 1.2ABയുടെ ഫാക്ടേഴ്സ് 1.2A ആൻഡ് B. -2.4Bയുടെ ഫാക്ടേഴ്സ് -2.4 ആൻഡ് B. 3.6Aയുടെ ഫാക്ടേഴ്സ് 3.6 ആൻഡ് A. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഇവിടെ എക്സ്പ്രഷൻ 3/4x പ്ലസ് 1/4. ഇതിലെ ടേംസ് 3/4x ആൻഡ് 1/4. 3/4xലെ ഫാക്ടേഴ്സ് 3/4 ആൻഡ് x. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. ഇവിടെ എക്സ്പ്രഷൻ 0.1 p സ്ക്വയർ പ്ലസ് 0.2 q സ്ക്വയർ. ഇതിലെ ടേംസ് 0.1 p സ്ക്വയറും 0.2 q സ്ക്വയറും. 0.2 q സ്ക്വയറിൻ്റെ ഫാക്ടേഴ്സ് 0.2 q ആൻഡ് q. മനസ്സിലായല്ലോ? ഇനി 0.1 p സ്ക്വയറിലെ ഫാക്ടേഴ്സ് 0.1 p ആൻഡ് p. ഈ സൊല്യൂഷൻ വളരെ ഈസി ആയിരുന്നു അല്ലേ കൂട്ടുകാരെ? ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത്. ഇൻട്രഡക്ഷൻ കണ്ടിട്ടില്ലാത്തവർ അത് കാണണം. പെട്ടെന്ന് തന്നെ അടുത്ത സൊല്യൂഷനായിട്ട് വരാം കേട്ടോ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ. ഇനി 0.1 p സ്ക്വയറിലെ ഫാക്ടേഴ്സ് 0.1 p ആൻഡ് p. 0.2 q സ്ക്വയറിൻ്റെ ഫാക്ടേഴ്സ് 0.2 q ആൻഡ് q. മനസ്സിലായല്ലോ? ഈ സൊല്യൂഷൻ വളരെ ഈസി ആയിരുന്നു അല്ലേ കൂട്ടുകാരെ? ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത്. ഇൻട്രഡക്ഷൻ കണ്ടിട്ടില്ലാത്തവർ അത് കാണണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ഐഡന്റിഫൈ ദ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ഓഫ് ടേംസ് അതർ ദാൻ കോൺസ്റ്റന്റ്സ് ഇൻ ദ ഫോളോയിങ്. ഇവിടെ നമുക്ക് കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അതിലെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റന്റ്സ് അല്ല വേണ്ടത്, ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ആണ് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഇവിടെ എക്സ്പ്രഷൻ 5 - 3t സ്ക്വയർ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 5 ഒരു കോൺസ്റ്റന്റ് ആണ്, അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ ഒരു -3t സ്ക്വയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടേം. അതിലെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് -3 ആണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. ഇവിടെ എക്സ്പ്രഷൻ 1 + t + t സ്ക്വയർ + t ക്യൂബ്. 1 കോൺസ്റ്റന്റ് ആണ്, ബാക്കി എല്ലാ ടേംസും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടേം t ആണ്, പിന്നെ t സ്ക്വയർ ആണ്, പിന്നെ t ക്യൂബ് ആണ്. ഈ ഓരോ ടേംസിൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻസ് നോക്കാം. ടിയുടെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 1 ആണ്. ടി സ്ക്വയറിൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻറ്റും 1 തന്നെ. ടി ക്യൂബിൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻറ്റും 1 തന്നെയാണ്. അടുത്ത എക്സ്പ്രഷൻ x + 2xy + 3y. ഇവിടെ 3 ടേംസ് ഉണ്ട്. ആ ടേംസ് അങ്ങോട്ട് എഴുതാം. x, 2xy, 3y. എക്സിൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻറ്റ് 1 ആണ്. 2xyയുടെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻറ്റ് 2 ആണ്. വൈയുടെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻറ്റ് 3 ആണ്. അടുത്ത എക്സ്പ്രഷൻ നോക്കാം. 100m + 1000n. ഇവിടുത്തെ ടേംസ് 100m ആൻഡ് 1000n. 100mൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻറ്റ് 100 ആണ്. 1000nൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻറ്റ് 1000 ആണ്. ഇനി അടുത്തത് എക്സ്പ്രഷൻ -p² q² + 7pq. ടേംസ് എഴുതാം നമുക്ക്. -p² q² ഒരു ടേം, 7pq അടുത്ത ടേം. ഇനി ഈ ടേമിലെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് -1, ഇതിലെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 7. ഇനി അടുത്ത എക്സ്പ്രഷൻ എഴുതാം. 3.14 r². ഇതിലെ ടേംസ് 3.14 r² ആണ്. ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 3.14. അടുത്ത എക്സ്പ്രഷൻ 1.2a + 0.86. ഇവിടെ 0.86 കോൺസ്റ്റന്റ് ആണ്. നമുക്ക് 1.2a എടുക്കാം. ഇവിടെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 1.2 ആണ്. മനസ്സിലായല്ലോ? വളരെ ഈസിയാണ് അല്ലേ? അടുത്ത എക്സ്പ്രഷൻ 2 × l + b ആണ്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. ആദ്യം ഈ 2 ഈ എല്ലോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ 2 ഈ b ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 × l is 2l + 2 × b is 2b. അപ്പോൾ നമുക്ക് 2 ടേംസ് ആണ് ഇതിൽ വരുന്നത്. അത് രണ്ടും ഇങ്ങോട്ട് എഴുതാം. 2l 2b. ഇനി 2lൻ്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 2 ആണ്. 2bയുടെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് 2 ആണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് എക്സ്പ്രഷൻ 0.1y + 0.01y². ഇതിലെ ടേംസ് 0.1y
0.01y². Numerical coefficients 0.1 and 0.01. Question number 4 നോക്കാം. Identify terms which contain x and give the coefficient of x. ഇവിടെ നമുക്ക് കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അതിൽ എക്സ് ഉള്ള ടേംസ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതൊക്കെയാണെന്ന് എഴുതണം. ഫസ്റ്റ് എക്സ്പ്രഷൻ y² x + y ആണ്. അതിൽ എക്സ് ഉള്ള ടേം എന്ന് പറയുന്നത് y² x ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് y² ആണ്. അടുത്ത എക്സ്പ്രഷൻ 13y² - 8yx ആണ്. ഇതിൽ എക്സ് ഉള്ള ടേം എന്ന് പറയുന്നത് -8yx ആണ്. അപ്പോൾ ഇതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ചോദിക്കുമ്പോൾ എക്സ് അല്ലാതെ എന്തെല്ലാം ഈ ടേമിലുണ്ടോ അത് മുഴുവൻ നമ്മൾ ഇങ്ങോട്ട് എഴുതണം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് -8y. ഇനി അടുത്ത എക്സ്പ്രഷൻ നോക്കാം. x + y + 2. ഇവിടെ എക്സ് ഉള്ള ടേം ഇതാണ് എക്സ്, അതിങ്ങോട്ട് എഴുതാം. അപ്പോൾ ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഇനി അടുത്തത് നോക്കാം. 5 + z + zx. ഇവിടെ എക്സ് ഉള്ള ടേം zx ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് z ആണ്. അടുത്ത എക്സ്പ്രഷൻ 1 + x + xy. ഇതിൽ രണ്ട് ടേംസിൽ നമുക്ക് എക്സ് കാണാൻ പറ്റും. ഒന്ന് എക്സ് തന്നെ, അടുത്തത് xy. ഈ ടേമില് എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. xyയില് എക്സിന്റെ കോഎഫിഷ്യന്റ് y ആണ്. ഈ എക്സ്പ്രഷൻ നോക്കാം. 12xy² + 25. ഇവിടെ എക്സ് ഉള്ള ടേം 12xy² ആണ്. എക്സിന്റെ കോഎഫിഷ്യൻസ് 12y² ആണ്. അടുത്തത് 7x + xy². ഇവിടെ എക്സ് ഉള്ള രണ്ട് ടേംസ് ഉണ്ട്. ഒന്ന് 7x, അടുത്തത് xy². ഈ ടേമിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് 7, ഈ ടേമിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് y². മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ടേംസ് വിച്ച് കണ്ടെയ്ൻ y² ആൻഡ് ഗിവ് ദ കോഎഫിഷ്യന്റ് ഓഫ് y². നേരത്തെ നമ്മൾ എഴുതിയത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിരുന്നു. ഇനി നമുക്ക് വേണ്ടത് y²ന്റെ കോഎഫിഷ്യന്റ് ആണ്. ഓരോന്നായിട്ട് നോക്കാം. എക്സ്പ്രഷൻ 8 - xy² ആണ്. ഇവിടെ y² ഉള്ള ടേം -xy² ആണ്. y²ന്റെ കോഎഫിഷ്യന്റ് -x. അടുത്തത് നോക്കാം. 5y² + 7x. ഇവിടെ y² ഉള്ള ടേം 5y² ആണ്. y²ന്റെ കോഎഫിഷ്യന്റ് 5 ആണ്. അടുത്ത എക്സ്പ്രഷൻ 2x² y - 15xy² + 7y². ഇതിൽ y² ഉള്ള രണ്ട് ടേംസ് ഉണ്ട്. ഒന്ന് -15xy²ഉം അടുത്തത് 7y². ഈ ടേമില് y²ന്റെ കോഎഫിഷ്യന്റ് -15x ഉം ഈ ടേമില് y²ന്റെ കോഎഫിഷ്യന്റ് 7ഉമാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ക്ലാസിഫൈ ഇൻടു മോണോമിയൽസ്, ബൈനോമിയൽസ് ആൻഡ് ട്രൈനോമിയൽസ്. എന്താണ് മോണോമിയൽസ്, ബൈനോമിയൽസ്, ട്രൈനോമിയൽ എന്നൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ടേം മാത്രമാണ് ഒരു എക്സ്പ്രഷനിൽ ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ മോണോമിയൽ എന്ന് വിളിക്കും. 2 ടേംസ് ഉണ്ടെങ്കിൽ ബൈനോമിയൽ, 3 ടേംസ് ഉണ്ടെങ്കിൽ ട്രൈനോമിയൽ. നോക്കാം നമുക്ക്. 4y - 7x. ഇവിടെ 4y ഒരു ടേമാണ്, -7x അടുത്തൊരു ടേം. അപ്പൊ ഇതെന്താണ്? ബൈനോമിയൽ ആണ് അല്ലെ. y², ഇവിടെ ഒരു ടേം അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്കത് മോണോമിയൽ എന്ന് എഴുതാം. അടുത്തത് x + y - xy. ഇവിടെ 3 ടേംസ് ആണുള്ളത്. അപ്പൊ ഇത് ട്രൈനോമിയൽ ആയിരിക്കും. ഇനി അടുത്തത് 100, ഒരു ടേമേ ഉള്ളൂ അല്ലേ. അപ്പൊ അതെന്താണ്? മോണോമിയൽ. അടുത്തത് AB - A - B. 3 ടേംസ് ഉണ്ട്. അപ്പൊ അത് ട്രൈനോമിയൽ ആയിരിക്കും. 5 - 3t, 2 ടേംസ് ആണുള്ളത് അല്ലേ. അപ്പൊ അത് ബൈനോമിയൽ ആയിരിക്കും. അടുത്തത് 4p²q - 4pq². ഇവിടെ നമുക്ക് ടേംസ് കാണുമ്പോൾ അതിൽ വേരിയബിൾസ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ പവറുകൾ വ്യത്യാസമുണ്ട്. 2 ടേംസ് ഉണ്ട്. അപ്പൊ ബൈനോമിയൽ ആണ്. 7mn, ഒരു ടേമേ ഉള്ളൂ, മോണോമിയൽ. z² - 3z + 8, 3 ടേംസ് അല്ലേ. അപ്പൊ ട്രൈനോമിയൽ. a² + b², 2 ടേംസ്, ബൈനോമിയൽ. z² + z, 2 ടേംസ്, അതും ബൈനോമിയൽ തന്നെയാണ്. 1 + x + x², 3 ടേംസ്, ട്രൈനോമിയൽ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6. സ്റ്റേറ്റ് വെദർ എ ഗിവൺ പെയർ ഓഫ് ടേംസ് ഈസ് ഓഫ് ലൈക്ക് ഓർ അൺലൈക്ക് ടേംസ്. ഇവിടെ തന്നിട്ടുള്ള ടേംസ് ഒക്കെ ലൈക്ക് ടേംസ് ആണോ അൺലൈക്ക് ടേംസ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്.
ലൈക്ക് ടേംസ് ആണെങ്കിൽ അതിൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ വേരിയബിൾസ് ഒക്കെ സെയിം ആയിരിക്കണം, വേരിയബിൾസിന്റെ പവറും സെയിം ആയിരിക്കണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1 and 100, 1ഉം 100ഉം കോൺസ്റ്റൻസ് ആണ് അല്ലെ, ലൈക്ക് ടേംസ് ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. -7x and 5/2x, രണ്ടിലെ വേരിയബിൾസും സെയിം ആണ്, വേരിയബിൾസിന്റെ പവറും സെയിം ആണ്. അപ്പോൾ ഇതും നമുക്ക് ലൈക്ക് ടേംസ് എന്ന് തന്നെ എഴുതാം. ഇനി അടുത്തത് -29x, -29y, വേരിയബിൾസ് സെയിം അല്ല, ഇവിടെ എക്സ് ആണ്, ഇവിടെ വൈ ആണ്, അതുകൊണ്ട് ഇത് അൺലൈക്ക് ടേംസ് ആണ്. 14xy and 42yx, ഇവിടെ വേരിയബിൾസ് നോക്കാം. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്, ഇവിടെയും വൈ ഉണ്ട്. എക്സ് വൈ എന്ന് എഴുതിയാലും വൈ എക്സ് എന്ന് എഴുതിയാലും സെയിം തന്നെയാണേ. അപ്പോൾ ഇത് ലൈക്ക് ടേംസ് ആണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. 4m²p 4mp². ഇവിടെ നമുക്ക് വേരിയബിൾസ് ഒക്കെ സെയിം തന്നെ ആയിട്ടാണ് കാണുന്നത്, പക്ഷെ പവറുകൾ വ്യത്യാസമുണ്ട്. ഇവിടെ m² ആണ്, ഇവിടെ m ഉള്ളൂ, ഇവിടെ p ആണ്, ഇവിടെ p² ആണ്. അൺലൈക്ക് ടേംസ് ആണ് കേട്ടോ. ഇനി അടുത്തത് 12xz and 12x²y². ഇവിടെ വേരിയബിൾസ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ x² ആണ്, ഇവിടെ z ആണ്, ഇവിടെ y² ആണ്. അപ്പോൾ നമുക്ക് ഇതും അൺലൈക്ക് ടേംസ് എന്ന് തന്നെ എഴുതാം. മനസ്സിലായല്ലോ? അടുത്തത് ക്വസ്റ്റ്യൻ 7. ഇത് ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ലൈക്ക് ടേംസ് ഇൻ ദ ഫോളോയിങ്. ഇവിടെ നമുക്ക് കുറേ ടേംസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ലൈക്ക് ടേംസ് ഐഡന്റിഫൈ ചെയ്ത് എഴുതണം. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ കാണുന്ന ടേം -xy² ആണ്. അടുത്ത ടേം -4yx² ആണ്. ഇത് രണ്ടും ലൈക്ക് ടേംസ് അല്ല, അതുകൊണ്ട് അത് വേറെ എഴുതാം നമുക്ക്. ഇനി അടുത്തത് 8x² ആണ്, ഡിഫറെൻറ്റ് ടേം ആണ്, അതങ്ങോട്ട് എഴുതാം. അടുത്ത ടേം 2xy² ആണ്. ഇവിടെ നമുക്കൊരു ടേം xy² ഉള്ളതുണ്ട്, അതിൻ്റെ അടുത്ത് എഴുതാം. ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ് കേട്ടോ. ഇനി അടുത്തത് 7y², ഡിഫറെൻറ്റ് ടേം ആണ്. നമ്മളിവിടെ എഴുതിയതിലൊന്നും y² മാത്രമായിട്ടുള്ള ടേംസ് ഇല്ല, അത് വേറെ എഴുതാം നമുക്ക്. അടുത്തത് -11x², x² മാത്രമായിട്ടുള്ള ടേം ആണ് 8x², അതിനടുത്ത് എഴുതി കൊടുക്കാം നമുക്ക്. -11x². അടുത്തത് -100x, അതൊരു ഡിഫറെൻറ്റ് ടേം ആണ് അല്ലേ, എക്സ് മാത്രമായിട്ടുള്ള ടേം നമ്മൾ എഴുതിയിട്ടില്ലല്ലോ, അപ്പോൾ അതിവിടെ എഴുതി കൊടുക്കാം. ഇനി അടുത്തത് -11yx, ഇവിടെ yx മാത്രമായിട്ടൊരു ടേം ഇല്ലല്ലോ, ഇവിടെ yx² ആണുള്ളത്, ഇവിടെ yx ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അതിനെ വേറെ തന്നെ എഴുതാം. ഇനി അടുത്തത് 20x²y, ഇവിടെ നമുക്ക് x²y ആയിട്ടുള്ള ഒരു ടേം ഉണ്ടല്ലോ, yx²ഉം x²y സെയിം തന്നെയാണ്, അതിനടുത്ത് നമുക്ക് അത് എഴുതാം. അടുത്തത് -6x², ഇവിടെ നമുക്ക് x² മാത്രമായിട്ടുള്ള രണ്ട് ടേംസ് കിട്ടിയിട്ടുണ്ട്, അതിനടുത്ത് അത് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് y മാത്രമായിട്ടുള്ള ടേംസ് ഇല്ലല്ലോ, അപ്പോൾ അത് വേറെ തന്നെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. പിന്നെ 2xy, xy ആയിട്ടുള്ള ടേം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, yxഉം xyയും സെയിം ആണ്, അപ്പോൾ നമുക്ക് 2xy ഇവിടെ എഴുതാം. ഇനി അടുത്തത് 3x ആണ്, എക്സ് മാത്രമായിട്ടുള്ള ടേമാണ് ഇവിടെ ഉള്ളത് അല്ലേ നമ്മുടെ കയ്യിൽ. എല്ലാ ടേംസും നമ്മൾ എഴുതിയില്ലേ. 7y² ലൈക്ക് ടേംസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല, പിന്നെ ടേം വൈക്കും നമുക്ക് ലൈക്ക് ടേംസ് ഒന്നും കിട്ടിയിട്ടില്ല. മനസ്സിലായല്ലോ? ഇനി ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, നമുക്കത് നോക്കാം. ഇവിടെ 10pq, അടുത്തത് 10pqൻ്റെ ലൈക്ക് ടേം അല്ല, അപ്പോൾ അത് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇവിടെ എഴുതാം നമുക്ക്. അടുത്തത് 8q, അടുത്തത് -p² q², അതും ഡിഫറെൻ്റ് ആണ്. അടുത്തത് -7qp, ഇവിടെ 10pq ഉണ്ട്, വേരിയബിൾസ് സെയിം ആണ്, രണ്ടിലും q ഉണ്ട്, രണ്ടിലും p ഉണ്ട്. ഇനി അടുത്തത് -100q, അപ്പോൾ നമുക്കത് 8qൻ്റെ അടുത്ത് എഴുതാം. അടുത്തത് -23, അത് ഡിഫറെൻ്റ് ആണ്, നമുക്ക് വേറെ എഴുതാം. 12q² p², q² p² ആണല്ലോ ഇവിടെ ഉള്ളത്, p² q², അതിനടുത്ത് എഴുതാം. അടുത്തത് -5p², ഇവിടെ p² മാത്രമായിട്ടുള്ള ഒരു ടേം എഴുതിയിട്ടില്ല, അതുകൊണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് എഴുതാം. അടുത്തത് 41, ഒരു കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ നമുക്ക് ഈ കോൺസ്റ്റന്റിന്റെ അടുത്ത് അത് എഴുതാം. ഇനി അടുത്തത് 2405p, p മാത്രമായിട്ടുള്ള ടേം ഉണ്ടല്ലോ ഇവിടെ, അതിനടുത്ത് എഴുതാം. അടുത്തത് 78qp, qp മാത്രമായിട്ടുള്ള ടേംസ് ആണല്ലോ നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ളത്, അതിനടുത്ത് എഴുതാം. അടുത്ത ടേം നോക്കാം. 13p²q, ഇവിടെ നമ്മൾ p²q ഉള്ള സെറ്റ് ഒന്നും എഴുതിയിട്ടില്ല, അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആണ്, നമുക്കത് ഇവിടെ എഴുതാം. അടുത്തത് 701p², ഈ p² അടുത്ത് എഴുതാലോ. അപ്പോൾ നമ്മൾ എല്ലാ ടേംസും എഴുതി, ലൈക്ക് ടേംസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ.
കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കണം. ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത എക്സസൈസ് സൊല്യൂഷൻസ് ആയിട്ട് വേഗം വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.